ഹലോ എല്ലാവർക്കും ബെസ്റ്റ് മീഡിയ ട്രാക്ക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ സംസാർ പുസ്തക് ഹേ എന്ന ലെസൺ ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ദുനിയ കാ ഹാൽ ജാനനെ കെ ലിയെ കിൻകാ അധ്യയൻ കർണ ആവശ്യക് ഹേ. ലോകത്തിൻ്റെ അവസ്ഥ അറിയാൻ എന്തിനെക്കുറിച്ചൊക്കെ പഠിക്കണം? दुनिया का हाल जानने के लिए सब देशों का वहाँ रहने वाले लोगों का അധ്യായം കർണ ആവശ്യക ഹേ. ലോകത്തിൻ്റെ അവസ്ഥ അറിയാൻ എല്ലാ രാജ്യങ്ങളെയും അവിടെ ജീവിക്കുന്ന ജനങ്ങളെയും അറിയുക എന്നത് എന്താണ് അത്യാവശ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കരോടം വർഷ പഹലെ ഭൂമിക്ക് ക്യാ അവസ്ഥ തി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയുടെ സ്ഥിതി എന്തായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ കരോടം വർഷ പഹലെ ഭൂമി ബഹത് ഗർമി തി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ഭയങ്കര ചൂടായിരുന്നു. ഇസ് പർ കോയി ജാൻദാർ ചീസ് നഹി തി. അന്ന് ജീവനുള്ള ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല. ഫിർ യഹാം ജാൻവറോം നെ ജന്മലിയ. പിന്നെ ഇവിടെ മൃഗങ്ങൾ ഉണ്ടായി. ഉസ്കെ കൈ വർഷവും ബാദ് മാനവനെ ജന്മലിയ. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ ജന്മമെടുത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജബ് കിതാബും നഹി തി ഉസ് സമയ ക ഇതിഹാസ് ജാനനെ ക മാർഗ് ക്യാ ഹെ. പുസ്തകങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ചരിത്രത്തെക്കുറിച്ച് അറിയാനുള്ള മാർഗങ്ങൾ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പഹാഡ്, സമുദ്ര, സിത്താരേം, നദിയാം, ജംഗൽ, ജാൻവറോം കി പുരാനി ഹട്ടി ആദി സെ ദുനിയ കാ പുരാന ഹാൽ മാലൂം ഹുവ ഹോഗ. പർവ്വതങ്ങൾ, സമുദ്രം, നക്ഷത്രം, നദികൾ, കാടുകൾ, മൃഗങ്ങളുടെ അസ്ഥികൾ എന്നിവയിൽ നിന്നാണ് പഴയ കാലത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. പ്രകൃതിക്ക് അക്ഷർ കിസെ കഹാ ഗയാ ഹെ. പ്രകൃതിയുടെ അക്ഷരങ്ങൾ എന്ന് എന്തിനെയാണ് അറിയപ്പെടുന്നത്? ആൻസർ പ്രകൃതിക്ക് ചോട്ടെ ചോട്ടെ കൺ ഏക് ഏക് അക്ഷർ ഹെ. പ്രകൃതിയിലെ ഓരോ ചെറിയ കരടും ഓരോ അക്ഷരങ്ങളാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ റോട്ട ചിക്ന ഓർ ചംകീല കേസെ ബന. ഉരുളൻ കല്ല് ഇത്ര മിനുസവും തിളക്കവുമുള്ളതായത് എങ്ങനെ? അപ്പോൾ ആൻസർ റോട്ട കിസി പത്തർക്ക ടുക്കിടാത. ഉരുളൻകല്ല് ഏതെങ്കിലും ഒരു കല്ലിൻ്റെ കഷ്ണമായിരിക്കും. ഉസ്കെ ഗുർദറെ കിനാരെ യാ കോനെ ദേ. അതിൻ്റെ വക്കുകളും മൂലകളും പരുപരുത്തതായിരുന്നു. പാനി ബർസാ തോ പാനി കെ സാത്ത് കിസി നാലെ മെം പഹുഞ്ച. മഴ പെയ്തപ്പോൾ വെള്ളത്തിലൊലിച്ച് ഓടയിൽ ചെന്നെത്തി. വഹാം സെ ചോട്ടെ നദി മെം പഹുഞ്ച. അതായത് അവിടെ നിന്ന് ചെറിയ നദിയിലെത്തി. വഹാം ചോട്ടെ നദീനെ ഉസെ ബഡി നദി മെം പഹുഞ്ച. അതായത് ചെറിയ നദിയിൽ നിന്ന് എന്താണ് വലിയ നദിയിലേക്ക് എത്തി. വഹ് നദിക്ക് പേന്ത് മേം ലുടുക്താ രഹ. അതായത് നദിയുടെ അടിത്തട്ടിൽ കിടന്ന് അത് ഉരുണ്ടു. ഇസസെ ഉസ്കെ കിനാരെ ഗീസ് ഗയെ വഹ് ചിക്ന ഓർ ചംകീല ബങ്കയ. അതായത് അങ്ങനെ അതിൻ്റെ വശങ്ങൾ ഉരസി ഉരസി അത് മിനുസവും തിളക്കവുമുള്ള ഒരു കല്ലായി മാറി. സിക്സ്ത് ക്വസ്റ്റ്യൻ സംസാർ രൂപി പുസ്തക് മേം അബ് ക്യാ ക്യാ പഠ് സക്തേ ഹേ. ലോകമാകുന്ന പുസ്തകത്തിൽ നിന്നും നമുക്ക് എന്തെല്ലാം പഠിക്കാൻ കഴിയും എന്നാണ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ സംസാർ രൂപി പുസ്തക് സേ ഹം സംസാർ കെ വിഭിന്ന പ്രക്രിയാവോ കെ സംബന്ധ് മേം പഠ് സക്തേ ഹേ. അതായത് ലോകമാകുന്ന പുസ്തകത്തിൽ നിന്നും ലോകത്തിൽ നടക്കുന്ന ഓരോ പ്രക്രിയയെ കുറിച്ചും നമുക്ക് പഠിക്കാൻ പറ്റും. संसार की बातों की विशेषताएं, उनका विकास क्रम, उनमें असर डालने वाले तत्व आदि की जानकारी संसार रूपी पुस्तक से मिल सकती है. അതായത് ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ വിശേഷതയും അതിൻ്റെ വികാസവും അതിന് കാരണമാകുന്ന ഘടകങ്ങളും എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നു. सेवन्थ क्वेश्चन संसार पुस्तक है आपके क्या राय है.
ലോകം പുസ്തകമാണ്, നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വായിക്കാം. हमारी इस दुनिया में कई तरह के जीव जंतु और निर्जीव വസ്തുവും ഹേ. അതായത് നമ്മുടെ ഈ ലോകത്തിൽ പല വിധത്തിലുള്ള ജീവജാലങ്ങളും നിർജീവ വസ്തുക്കളും ഉണ്ട്. जिससे हम पुस्तकों से अधिक ज्ञान പ്രാപ്ത് കർ സക്തേ ഹെ. അവയിൽ നിന്നും നമുക്ക് പലതും പഠിക്കാൻ പറ്റും. പഹാഡ്, നദിയാം, ജംഗൽ, സമുദ്ര, ജാൻവർ കി ഹട്ടിയാം ആദി ऐसे कुछ चीज़ें ഹെ. പർവ്വതങ്ങളും നദികളും വനങ്ങളും സമുദ്രങ്ങളും ജന്തുക്കളും അസ്ഥികളും എല്ലാം ഇതിനുദാഹരണമാണ്. एक छोटे पत्थर के भी अपनी एक कहानी है. ഒരു ചെറിയ കല്ലിന് പോലും അതിൻ്റേതായ ഒരു കഥയുണ്ട്. പുരാനെ ജമാനെ മേം ലിഖി ഹുയി കിതാബേം നഹീദെ. പഴയ കാലത്ത് എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങൾ ഇല്ലായിരുന്നു. പ്രകൃതി കെ അനേക് ചീസോം സെ ഉസ് സമയ ക ഹാൽ ഹമേ മിൽത്താ ഹെ ഇസ്ലിയെ സംസാർ ഏക് പുസ്തക് ഹെ. അതായത് പഴയ കാലത്ത് എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രകൃതിയിലുണ്ടായിരുന്ന ഇതുപോലത്തെ പലതിൽ നിന്നുമാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് നാം അറിയുന്നത്. അതുകൊണ്ട് പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഒരു പുസ്തകം തന്നെയാണ്. അടുത്തത് ഒരു പോസ്റ്ററാണ്. പ്രകൃതി സംരക്ഷൺ ക അവബോധ് ജഗാനെ ലായക് പോസ്റ്റർ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കാം. प्रकृति नहीं तो हम भी नहीं, प्रकृति संरक्षण हमारा कर्तव्य है, प्रकृति हमारी माँ है, उसका സംരക്ഷൺ കരേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.